വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ചന്ദ്രബോസ് ആണെങ്കിൽ പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥനോട് വൈകിട്ട് നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് സുസ്മിതയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, എടി മോളെ, കണ്ണ് നിറയെ കാണും, മനസ്സ് നിറയെ സന്തോഷിക്കുക. അത്രയ്ക്ക് മനോഹരമായൊരു കാഴ്ച ചിറ്റപ്പൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. നമ്മൾ കുറേ കാലത്തെ നമ്മുടെ കാത്തിരിപ്പാണ്, മനം മയക്കുന്ന കാഴ്ച എന്ന് പറയുന്നുണ്ട്. ഈ ഫോണിലൊക്കെ വരില്ലേ ഒരു സന്ദേശം, 10 പേർക്ക് അയച്ചു കൊടുത്താൽ സന്തോഷ വാർത്ത വരും. അതുപോലെ നീ അത് 10 പ്രാവശ്യം കണ്ടാൽ 10 പ്രാവശ്യവും നിൻ്റെ മനസ്സ് സന്തോഷിക്കത്തേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ചിറ്റപ്പൻ ആദ്യം വീഡിയോ അയക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് ഞാൻ അയക്കാമെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ സത്യഭാമയുടെ വീട്ടിൽ നിന്നും ആ ജപ്തി ചെയ്യുന്ന സീനൊക്കെ അടങ്ങുന്ന വീഡിയോ ചന്ദ്രബോസ് സുസ്മിതയ്ക്ക് അയക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടിട്ട് നീ എന്നെ വിളിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ചിറ്റപ്പൻ പറഞ്ഞ കൺകുളിർക്കെയുള്ള കാഴ്ച ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് സുസ്മിത ഫോൺ വയ്ക്കുകയാണ്. അന്നേരം എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടെന്ന് ചന്ദ്രബോസും പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ തൻ്റെ ഫോണിൽ ആ വീഡിയോ കാണുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് ആകെ അങ്ങ് സന്തോഷമാവുകയാണ്. പക്ഷേ ഒരു നിമിഷം സുസ്മിത ഓർക്കുന്നുണ്ട്, അന്ന് ആദ്യമായിട്ട് സത്യഭാമയാണെങ്കിൽ തന്നെ ആരതി ഒഴിഞ്ഞകത്തേക്ക് സ്വീകരിച്ചതും വലതുകാല് വെച്ച് കയറ് മോളെന്നൊക്കെ പറഞ്ഞതും പിന്നീട് അവിടെ നിന്ന് കർണം കുറ്റി നോക്കി അടിച്ച് പുറത്താക്കിയതും കൈവിലങ്ങ് വെച്ച് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നതൊക്കെ ഓർക്കുമ്പോൾ സുസ്മിതയ്ക്ക് ആകെപ്പാട് ദേഷ്യം വരികയാണ്. അതിനുശേഷം ആ ഫോണുമായിട്ട് സുസ്മിത മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം രോഹിത് ആണെങ്കിൽ അവിടെ ഇങ്ങനെ തിണ്ണയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം രോഹിത്, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഇത്രയ്ക്ക് മനോഹരമായ നിനക്ക് കാഴ്ച നിനക്ക് കാണണ്ടേ? ഇതേ ശത്രുക്കൾ കൂടും കൊടുക്കുകയൊക്കെ ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ശ്രദ്ധിക്കാതെ നിൽക്കുകയാണ്. തുടർന്നും പറയുന്നുണ്ട്, ഒരു സംസാരത്തിൽ 1000 പ്രാവശ്യം സത്യഭാമ പറയുമായിരുന്നു, എൻ്റെ വീട് എൻ്റെ വീടെന്ന്. എന്നിട്ട് എൻ്റെ തള്ളെ പെട്ടിയും പ്രമാണവും ഒക്കെ ആയിട്ട് എടുത്ത് ഇറങ്ങേണ്ടി വന്നില്ലേ? ഓ സോറി, പ്രമാണം നേരത്തെ അങ്ങ് കൊടുക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ പെട്ടി മാത്രമേ ഉള്ളൂ. എന്താ രോഹിത്തെ, നിനക്ക് കാണണ്ടേ, ഇത് കാണ് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനടുത്തേക്ക് ആ ഫോൺ അങ്ങോട്ട് കാട്ടി കൊടുക്കുമ്പോൾ രോഹിത് ഒന്നല്ലാതെ നോക്കുമ്പോൾ അത് കാണുകയാണ്. സത്യഭാമ രാഘവൻ പിടിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി പോകുന്നതൊക്കെ. അന്നേരം രോഹിത്തിൻ്റെ അങ്ങ് സങ്കടം, കണ്ണീരൊക്കെ വരുന്നുണ്ട്. തുടർന്ന് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ സുസ്മിതയെ സാധിക്കുന്നു? ശത്രുവാണെങ്കിൽ നിനക്ക് അല്പം ഒരു മനസാക്ഷി ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തിന്? അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല, പകയാണ് എനിക്ക്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത് എന്ന് പറയുകയാണ്. എന്നിട്ടും പറയുന്നുണ്ട്, പക്ഷേ സത്യഭാമയുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവർ ചങ്കുറപ്പുള്ള സ്ത്രീ തന്നെയാണ്, അവർ കരയില്ല. ഈ സുസ്മിത ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് പറയുമ്പോൾ പിന്നെ രോഹിത് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ ഇങ്ങനെയൊന്നും പാടില്ല, ഏറ്റവും വലിയ അവസ്ഥ വീട് നഷ്ടപ്പെടുന്നതാണ് എന്നൊക്കെ സുസ്മിത പറയുമ്പോഴും രോഹിത് അങ്ങ് വിഷമിക്കുകയാണ്. അന്നേരം അതല്ല, നീ ഇപ്പോഴും 2 വഞ്ചിയിൽ കാല് വെച്ചുകൊണ്ട് നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതല്ല, എൻ്റെ ഭാര്യയും മകളും അവരൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഓ, ഭാര്യയോടുള്ള സ്നേഹം അങ്ങ് ഒലിക്കുകയാണല്ലോ, വല്ലവൻ്റെയും കൊച്ചിൻ്റെ തന്തയാക്കിയില്ലേ നിന്നെ, എന്നിട്ടും നീ ഒരു പെൺകോന്തൻ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ അവൾ എന്നെ ചതിച്ചത് ശരിയായിരിക്കാം, പക്ഷേ എൻ്റെ പപ്പിമോള് എന്നെ ആദ്യമായിട്ട് അച്ഛന്ന് വിളിച്ചത് അവളാണ്. ഇപ്പോൾ പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ മകളല്ലെങ്കിൽ പോലും അവളെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്, അവൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനും കൊടുക്കും എന്നിങ്ങനെ പറയുമ്പോൾ ആണ് ഈ സുസ്മിത പറയുന്നത്, നിൻ്റെ 2 വഞ്ചിയിൽ കാല് വെച്ചുള്ളത് നടക്കാൻ സാധിക്കില്ല, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ, നീ ഒരു വേസ്റ്റാണ്, വെറും വേസ്റ്റ് ജന്മം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ ഈ അവിടുത്തെ പഴയ പ്രതിഷ്ഠകളൊക്കെ ഒഴിപ്പിച്ചാലല്ലേ ഈ പുതിയ പ്രതിഷ്ഠകൾ സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് മുഴുവൻ, നീ ഇനി ഞങ്ങളുടെ കൂടെ നിന്നേ മതിയാവൂ, നിന്നെ അവിടുത്തെ രാജാവാക്കും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രോഹിത്തിന് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇങ്ങനെയൊക്കെ ഒരു മനസാക്ഷി ഇല്ല, നിനക്ക് എങ്ങനെ പെരുമാറാൻ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ നിന്നെക്കൊണ്ട് സാധിക്കുന്നു എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. അന്നേരം പക കൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്തു കൂട്ടിയത്, അവിടെ ഒരു വാറ്റുചാരായം ഒഴുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴുക്കും, വിചാരശാലയാക്കുമെന്ന് പറഞ്ഞാൽ ഈ സുസ്മിത ചെയ്തിരിക്കും, അത്രത്തോളം പക എനിക്കുണ്ട് അവരോടും ആ വീട്ടിനോടുമൊക്കെ. ശാലിനിയെ വീഴ്ത്തുമെന്ന് പറഞ്ഞു, ഞാൻ വീഴ്ത്തി, അതേപോലെ തന്നെ അവരെ അവിടെ നിന്ന് ഇറക്കുമെന്ന് പറഞ്ഞ് ഇറക്കി. ഇനി അടുത്ത ഇരയായിട്ട് സുസ്മിതയുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത് ആരാണ് എന്ന് പറയുകയാണ്. അതിനുള്ള ആർക്കാണ് ധൈര്യം എന്നൊക്കെ ഇങ്ങനെ സുസ്മിത ആ ഒരു പകയോടും പ്രതികാരത്തോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ രോഹിത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, നീ ഞങ്ങൾ പറയുന്നതൊക്കെ കേട്ട് കൂടെ നിന്നാൽ നിന്നെ രാജാവാക്കുമെന്ന് പറഞ്ഞത് ഈ സുസ്മിതയുടെ വാക്കാണ്, പക്ഷേ നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇനി ഒരു തിരിച്ചുപോക്ക് നിനക്കുണ്ടാകില്ല, അങ്ങനെ കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം തിരിച്ചു പിടിച്ച് തരും, അങ്ങനെ തിരിച്ചു പോകില്ല എന്നുണ്ടെങ്കിൽ നീ എനിക്ക് വാക്ക് തരണം എന്ന് പറഞ്ഞിട്ട് സുസ്മിത ഇങ്ങനെ കൈ നീട്ടുകയാണ്. അന്നേരമാണെങ്കിൽ രോഹിത് ഗത്യന്തരമില്ലാതെ സുസ്മിതയുടെ കയ്യിലേക്ക് ഇങ്ങനെ വാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പപ്പിയുടെ കാര്യത്തിൽ രോഹിത്തിന് ആകപ്പാടെ വിഷമമുണ്ട്, അവരൊക്കെ ആ ഒരു സീനിൽ വിഷമമുണ്ട്. പക്ഷേ ഈ സുസ്മിത പറയുന്നത് കേൾക്കുമ്പോൾ സുസ്മിതയുടെ ഭാഗത്തേക്കും രോഹിത് നിൽക്കുകയാണ്.
ഇതേ സമയം സത്യഭാമയാണെങ്കിൽ രാഘവൻ നായരെയും കൊണ്ട് ഓട്ടോയിൽ ആ വൃദ്ധസദനത്തിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ ശേഷം ഇറങ്ങി രാഘവേട്ടാന്ന് വിളിക്കുകയാണ്. അന്ന് രാഘവൻ നായർ ആകെ അന്തം വിട്ടിരിക്കുകയാണ്, എവിടെയാണെന്ന് അറിയാതെ. തുടർന്ന് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു വൃദ്ധസദനത്തിൻ്റെ ബോർഡ് കണ്ടിട്ട് ഓട്ടോ കാശൊക്കെ കൊടുത്തിട്ട് ഭാമ മുന്നോട്ട് കിടക്കുമ്പോൾ ഭാമയെ നമ്മളിവിടെ ചോദിക്കുമ്പോൾ ഇനി നമ്മളിവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറയുകയാണ്. അന്നേരം ഇതൊക്കെ എന്ന് പറയുമ്പോൾ അല്ല നമ്മുടെ മകൻ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ വീട്ടുകാരുണ്ടല്ലോ, അവൻ അവരോടൊപ്പം പോയി താമസിക്കട്ടെ എന്ന് പറയുകയാണ്. അതൊക്കെ നമുക്ക് ഇനി ഇവിടെ താമസിക്കാം, ഇവിടെ ആരോരുമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ആരെങ്കിലും ആകാം നമുക്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നീ എപ്പോൾ എടുത്ത തീരുമാനങ്ങൾ ചോദിക്കുമ്പോൾ പറയുകയാണ്, എൻ്റെ തീരുമാനത്തെ രാഘവേട്ടൻ എതിർക്കില്ല എന്നറിയാം, ഞാൻ വിചാരിച്ചു എല്ലാം നഷ്ടപ്പെടുമെന്ന് ഉറച്ചപ്പോഴേ ഞാൻ ഇവിടെ ഇതൊക്കെ ഏർപ്പാടാക്കിയതാണ്, നമുക്ക് രണ്ടുപേർക്കുമുള്ള ക്യാഷും അടച്ചു കഴിഞ്ഞു, ഇനി നമുക്കിവിടെ സുഖമായിട്ട് കഴിയാം എന്നിങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ വിഷമത്തോടെയാണ് പറയുന്നത്. അന്നേരവും രാഘവൻ നായർക്ക് ആകെ വിഷമാവുന്നുണ്ട്. എന്നാലും നമ്മുടെ മോനോട് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവൻ ജീവിക്കട്ടെ, അവൻ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ, നമുക്കിവിടെയും കഴിയാം, കുറേ കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങ് ശീലമായിക്കോളും, വാ രാഘവേട്ടാന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയാണെങ്കിൽ ആ സാധനങ്ങളും ഒക്കെ ആയിട്ട് രാഘവൻ നായരെയും കൊണ്ട് അകത്തേക്ക് കയറുകയാണ്. തുടർന്ന് സെക്രട്ടറിയുടെ അടുത്തേക്ക് അവർ ചെല്ലുന്നുണ്ട്. സെക്രട്ടറി മുറി കാണിച്ചു തന്നാൽ മതി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് രാഘവൻ നായരെയും കൊണ്ട് പോകുന്നത്. അന്നേരം വന്നിട്ട് കുറേ നേരം അവൻ ചോദിക്കുമ്പോൾ ഇല്ല 15 മിനിറ്റേ ആവുന്നുള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം ഞാനൊന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്നേരം ഞാൻ രാഘവൻ നായർ എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം സെക്രട്ടറി ആണെങ്കിൽ ആ ബാഗിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, ഇനി ഇതിവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, അത് അന്ന് ഞാൻ പണമടയ്ക്കാൻ വന്നപ്പോൾ നമുക്കൊരു മകനും മകളും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അന്നേരം അന്ന് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇത് 2 ദിവസം മുന്നേ കൂടി മീറ്റിങ്ങിലാണ് തീരുമാനമായത്, ഞാൻ പറയാവുന്നത്ര നോക്കി, പക്ഷെ നടക്കില്ല, ഞാൻ വേറൊരു വീട് സംഘടിപ്പിച്ച് തന്നാൽ മതിയോ, പക്ഷേ 2-3 ദിവസം പിടിക്കുമെന്ന് പറയുമ്പോൾ രാഘവൻ നായർക്ക് ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് രാഘവൻ നായർ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം രാഘവേട്ടാന്ന് ഭാമ വിളിക്കുന്നുണ്ട്, പക്ഷേ രാഘവൻ നായർ നിൽക്കുന്നില്ല. അന്നേരം സാറിന് സങ്കടമായെന്ന് തോന്നുന്നു എന്നിങ്ങനെ സെക്രട്ടറി പറയുമ്പോൾ ഇവിടെ താമസം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറ്റാവുന്നത്ര നോക്കി, പിന്നെ അതിൻ്റെ നടക്കാത്ത കാര്യത്തിന് പുറകെ നടന്നിട്ട് കഥയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ പിന്നെയും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭാമയും അങ്ങോട്ടത്തേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് രാഘവൻ നായരെയും കൊണ്ട് സത്യഭാമയാണെങ്കിൽ ആ വൃദ്ധസദനത്തിന് തന്നെ വേറൊരു ആ കെട്ടിടത്തിൻ്റെ തിണ്ണയിലേക്ക് പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ നിൻ്റെ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, ജപ്തി എടുക്കും തോറും നീ ചേക്കേറാനായിട്ട് എൻ്റെ അവസാനത്തെ പിടിവള്ളി, നീ ചേക്കേറാൻ കൂടുകൂട്ടിയതേ ചില്ലകളാണ് ഇവിടെ വീണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തടസ്സം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇനിയെങ്കിലും നീ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് എന്നിങ്ങനെ പറയുകയാണ്. പെണ്ണുങ്ങൾക്ക് അതിൻ്റേതായ പിന്നെ തക്കതായ ബഹുമാനവും തൻ്റെ ഇടവും ഒക്കെ വേണം, പക്ഷേ ഇങ്ങനെ പ്രശ്നങ്ങൾ ചെന്ന് ചാടരുത്, അത് ഞാൻ ഒരു കാര്യം പറയാം നിന്നോട് എന്ന് പറയുമ്പോൾ അല്ല ഇനി രാഘവേട്ടൻ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കറിയില്ല, എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയുകയാണ്. അധിക സമയം എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, അസുഖക്കാരനാണ്, നിന്നെപ്പോലെ എനിക്കിങ്ങനെ അലയാനൊന്നും പറ്റില്ല, ഒരു തീരുമാനമുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അവരാരും ഫോൺ വീട് സംഘടിപ്പിക്കാനായിട്ട് ഭാമയ്ക്ക് സാധിക്കുന്നില്ല. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, നിനക്ക് വേണമെങ്കിൽ അതങ്ങോട്ട് സ്വീകരിച്ചാൽ മതി, കൂട്ടുകുടുംബമായിട്ടൊക്കെ താമസിക്കുമ്പോൾ കൂട്ടായിട്ട് വേണം തീരുമാനമെടുക്കാനായിട്ട്, അല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാമല്ലോ, അതേ ഇങ്ങനെ പെരുവഴിയിൽ കിടക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം രാഘവേട്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ നിൽക്കുന്നുണ്ട്. അന്നേരമാണ് രാഘവൻ നായർ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം, എന്നെ കൊണ്ട് ഇങ്ങനെ അധികം അലയാനായിട്ട് സാധിക്കില്ല, അസുഖക്കാരനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യഭാമ ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. എന്ത് ചെയ്യുന്നുള്ളൊരവസ്ഥയിൽ കണ്ണീരൊക്കെ വരുന്നുണ്ട് ഭാമയ്ക്ക്. തുടർന്ന് ഭാമ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പിന്നെ നമ്മുടെ മകനുണ്ടല്ലോ അവനെ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ഭാമ എഴുന്നേറ്റിട്ട് മുന്നോട്ട് വന്നിട്ട് കാൾ ലിസ്റ്റ് നോക്കിയിട്ട് അതിൽ വിഷ്ണുവിൻ്റെ നമ്പർ കാണുന്നുണ്ട്, പക്ഷേ ഭാമയ്ക്ക് വിളിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. എന്നിട്ട് ഒരു പ്രാവശ്യം പക്ഷേ ഭാമ കോള് ചെയ്യുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് അങ്ങ് കട്ടാക്കുകയാണ്. അത് രാഘവൻ നായർക്ക് മനസ്സിലാവുന്നുണ്ട്. തുടർന്നും പറയുകയാണ്, പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ ഭാമയെ ഇവിടെ ഇങ്ങനെ ഒരു വൃദ്ധസദനത്തിൽ താമസിപ്പിക്കില്ല, അല്ലെങ്കിൽ മക്കളോടൊപ്പം നിൽക്കാൻ കഴിയില്ല എന്നതിന് നമ്മൾ തെളിവുണ്ടാക്കി കൊടുക്കണം, മക്കൾ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നവരായിരിക്കണം, ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മുടെ മകനെ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഭാമ വിളിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഭാമ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അന്നേരം നീ വിളിക്കില്ല, നിൻ്റെ ആ ഒരു വാശി നിനക്ക് സമ്മതിക്കില്ല, ശാലിനിയോടുള്ള നിൻ്റെ നീരസം ഇപ്പോൾ നിനക്ക് നമ്മുടെ മകനോടും വന്നിരിക്കുകയാണ്, അത് മാറണം ഭാമേ, എന്തെങ്കിലും തീർപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്ക്, എനിക്കിങ്ങനെ കുറേ നേരം നിൽക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവൻ നായർ ആകെ ക്ഷീണിതനാണ്. തുടർന്ന് രാഘവൻ നായർ അവിടേക്ക് പോയി
പോയിട്ട് ആ സ്റ്റിക്ക് അവിടെ വച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങ് തറയിലേക്ക് അങ്ങ് വീഴുകയാണ്. പക്ഷേ അവിടേക്ക് രാഘവൻ നായർ കഷ്ടപ്പെട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും രാഘവൻ നായരുടെ അവസ്ഥയും സങ്കടമൊക്കെ കണ്ടിട്ടും സത്യഭാമ വിഷ്ണുവിനെ വിളിക്കാനായിട്ട് കൂട്ടാക്കുന്നേ ഇല്ല. ഇതേ സമയം അവിടെ സുസ്മിതയുടെ വീട്ടിൽ രോഹിത്താണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചിലേക്ക് കെട്ടി ഇങ്ങനെ അകത്ത് പിന്നെ സോഫയിലിരിക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ അവിടത്തേക്ക് ബൈക്കിൽ എത്തുന്നുണ്ട്. നേരെ കഥ അങ്ങോട്ട് അടഞ്ഞിരിക്കുകയാണ്, വിഷ്ണു അടച്ചിട്ടിരിക്കുകയാണ്. വിഷ്ണു ദേഷ്യത്തോടെ വന്നിട്ട് ആ കഥ അങ്ങോട്ട് ചവിട്ടി തുറക്കുന്നുണ്ട്. ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് രോഹിത് ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ ആ രണ്ട് കട്ടളയിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനാണ്. അന്നേരം രോഹിത്തിന് ആകെ അങ്ങ് പിന്നെ പേടി ഉണ്ടാകുകയാണ്. പേടിച്ച് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആകെ കലിയിളകി രോഹിത്തിനെ തന്നെ നോക്കിയിരിക്കുന്നു. ആ ഒരു സീനാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. തുടർന്നാണ് രോഹിത്തിനെ വിഷ്ണു എടുത്ത് പെരുമാറുന്ന ആ ഒരു സീനൊക്കെ സുസ്മിതയ്ക്കും കിട്ടുമെന്ന് കണ്ടറിയണം. അതിനുശേഷമാണ് ഭാമ വിളിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ രാഘവൻ നായർ ഫോൺ ചെയ്യുകയാണ്. വിഷ്ണുവിനെ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട്. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഈ കടത്തിണ്ണയിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് സങ്കടത്തോടെ രാഘവൻ നായർ പറയുമ്പോൾ വിഷ്ണു അവിടേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഭാമയോടും കയർത്ത് വിഷ്ണു സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവരെയും കൂട്ടിക്കൊണ്ട് വിഷ്ണു പോകും. ഇതാണ് നടക്കുന്നത്. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.